ഹായ് മക്കളെ, ചരിത്രത്തിൽ ആദ്യമായാണ് കീം എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി സൈലം നടത്തുന്ന കീം GAB മെയ് 23 മുതൽ മെയ് 30 വരെയാണ് നിങ്ങൾക്കറിയാം. മെയ് 23 വിവരങ്ങളെല്ലാം ആൾറെഡി നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെയ് 24 നടക്കുന്ന എക്സാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മെയ് 24 ഇനി പറയുന്ന സെന്ററുകളിലായിരിക്കും എക്സാം നടക്കുന്നുണ്ടാകുക: ആലപ്പുഴ, കോട്ടയം, ട്രിവാൻഡ്രം, കാസർഗോഡ്. ആലപ്പുഴയിൽ ആൾറെഡി 23 എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചിന് വേണ്ടിയാണ് 24 എക്സാം നടക്കുന്നുണ്ടാകുക. ആലപ്പുഴയിൽ എക്സാം സെന്റർ എന്ന് പറയുന്നത് ആലപ്പുഴ പുന്നപ്രയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. കാസർഗോഡ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, കോട്ടയത്ത് നമ്മുടെ ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ആൻഡ് ട്രിവാൻഡ്രത്ത് മൾട്ടി ഡാറ്റ 3rd ഫ്ലോർ മുല്ലശ്ശേരി ടവേഴ്സ് ട്രിവാൻഡ്രത്താണ് നിങ്ങളുടെ എക്സാം സെന്റർ ഉണ്ടാകുക. അപ്പോൾ എക്സാമിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുകയാണ് എന്നറിയാം. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. 1, 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഈ പറയുന്ന എല്ലാ സെന്ററുകളിലും ഷിഫ്റ്റ് 1ലും ഷിഫ്റ്റ് 2ലും ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കി, നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് നോക്കി ഏത് ഷിഫ്റ്റിലാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. മറ്റൊരു കാര്യം, നിങ്ങൾ GABക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജായി ഒരു യൂസർ ഐഡിയും പാസ്വേഡും വന്നിട്ടുണ്ടാകും. ആ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററിൽ അല്ലെങ്കിൽ എക്സാം സെന്ററിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളത് എഴുതി കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റഫ് വർക്കിന് വേണ്ടിയുള്ള ബ്ലാങ്ക് പേപ്പറും പേനയും നിങ്ങൾ കയ്യിൽ കരുതണം. സോ ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പുതിയ അപ്ഡേഷൻസ് അതിനായി കാത്തിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.